നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് സ്വാഗതം. സ്വാമിജി നമസ്കാരം. നമസ്കാരം, പ്രണാമം. സ്വാമിജി, ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേരളത്തെ ആകമാനം ഇളക്കി മറിച്ച ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് പല ചർച്ചകളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് സ്വാമിജി? ഏറെ ചർച്ചാ വിഷയവും അതുപോലെ വിവാദവുമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. ഒരുപക്ഷെ ഇന്ന് അതിന് കൊടുത്തിരിക്കുന്ന പ്രചാരം എനിക്ക് തോന്നുന്നു വളരെ തെറ്റായിട്ടാണെന്ന്. ഇത് മനുഷ്യ സമൂഹത്തിന് തന്നെ എതിരായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതെന്തോ ജനങ്ങളെ ഉപദ്രവിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ളൊരു സാധനമായിട്ട് ഇന്ന് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ മനസ്സിലേക്ക് ഈ ഒരു ആശയം രാഷ്ട്രീയ നേതാക്കന്മാർ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പത്രങ്ങളിൽ വന്നുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ കേരളീയർ ഇന്ന് അംഗീകരിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്ന് ഞാൻ പറയും. കാരണം അടുത്ത കാലത്ത് ഉത്തരാഞ്ചലിൽ നടന്ന വലിയൊരു സുനാമി, നമ്മൾ ഹിമാലയൻ സുനാമി എന്ന പേരുള്ള ഒരു വലിയൊരു ദുരന്തം, 10,000 ആളുകൾക്ക് ജീവിതം നഷ്ടപ്പെട്ട ഒരു ദുരന്തം നമ്മളൊക്കെ കാണുകയുണ്ടായി. ഇങ്ങനെ ഒരു മഹാക്രൂരതയ്ക്ക് നമ്മുടെ പ്രകൃതിയെ നാം അനുവദിക്കണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വ്യാസഭഗവാനെ പോലുള്ള ആളുകൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയെ ഈശ്വരനായി കാണാനാണ്. കല്ലിലോ കുരിശിലോ അല്ല ദൈവത്തെ കാണേണ്ടത്, പ്രകൃതിയിൽ കാണണം. മരത്തെയും പാമ്പുകളെയും മണ്ണിനെയും മത്സ്യത്തെയും മൃഗങ്ങളെയും ഈശ്വരനായി കണ്ട ഭാരതീയർക്ക് പ്രകൃതിയെ വെറുക്കാൻ സാധ്യമല്ല. നാം വേദപുസ്തകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വേദം, ഒരു 5000 വർഷങ്ങളോളം പഴക്കമുള്ള വേദപുസ്തകമായിട്ടുള്ള ഋഗ്വേദത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് മാതാ പൃഥിവി, അയം മാതാ പൃഥിവി, അയം പുത്ര. ഈ മാതാവായിരിക്കുന്ന അമ്മ ഇത് നമ്മുടെ കണികണ്ട ദൈവമാണ്, കൺകണ്ട ദൈവമാണ്, അവരുടെ പുത്രനാണ് നമ്മൾ. ആ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ ദർശനം ഈ കാര്യത്തിൽ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു വാക്കുകൾ നമ്മളെ ഏറെ കോരിത്തെരിപ്പിക്കുന്നതാണ്. പണ്ടുകാലത്ത് കുട്ടികൾ എണീറ്റ് കഴിഞ്ഞാൽ അവരോട് പറയും, നിങ്ങൾ ഈ ഭൂമിയെ തൊട്ടൊന്ന് വന്ദിക്കണമെന്ന്. അതിന് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം എന്താ വെച്ചാൽ, വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. വിഷ്ണുവിൻ്റെ പത്നിയായിരിക്കുന്ന ഭൂമിദേവി, ഞങ്ങൾ ഈ കാല് വെക്കാൻ പോകുന്നു അമ്മയുടെ മേല്. അത് നോക്കൂ, ആ ഭാവന നോക്കൂ. ഒരു അമ്മയെ നമ്മൾ ചവിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന, ഒരു വിഷമം. അതുപോലെ ഭൂമിദേവിയോട് പറയുകയാണ്, ഞങ്ങൾ അമ്മയുടെ മേല് കാല് വെക്കാൻ പോവുകയാണ് കിടക്കയിൽ നിന്ന് എണീറ്റ് വരുന്ന സമയത്ത്. അങ്ങനെ ഭൂമിയുടെ മേല് കാല് വെക്കുന്ന സമയത്ത് അമ്മ ക്ഷമിക്കണമേ എന്ന് പറയുന്നൊരു സംസ്കാരം. ഈ ഭൂമിയെ നമുക്ക് എങ്ങനെ വെറുക്കാൻ പറ്റും? ഈ ഭൂമി എങ്ങനെ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാ ഭക്തന്മാരോടും നല്ലവരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, പ്രകൃതിയെ നിങ്ങൾ ഈശ്വരനായി കാണണം. ഇന്ന് നമ്മൾ പ്രകൃതിയെ തകർത്താൽ നാം മാത്രമല്ല നശിച്ചു പോകുന്നത്, വരുന്ന തലമുറകൾ മുഴുവൻ നശിച്ചു പോകും. സുനാമി ഉത്തരാഞ്ചലിൽ കൊടുത്ത പാഠം അതാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത ഒരു മനുഷ്യൻ്റെ പ്രതികാര ബുദ്ധിക്ക് കിട്ടിയ തിരിച്ചടിയാണത്. നാം ഇനിയും ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് വേണ്ടി കാത്തു നിൽക്കണോ? വാസ്തവത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ, അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നില്ല കർഷകരെ കുടിയൊഴിപ്പിക്കണം എന്നൊക്കെ. അദ്ദേഹം പറയണത് പ്രകൃതിയുടെ ഏറ്റവും ദുർബലമായ സ്ഥലങ്ങൾ, ഹൈറേഞ്ചുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന വിപത്തുക്കളെ അദ്ദേഹം മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യാസരെക്കുറിച്ചുള്ളൊരു വാക്കാണ്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ. വിശാല ബുദ്ധിയുള്ള ഒരു വ്യാസനെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ അല്പബുദ്ധി വിട്ട്, താൽക്കാലിക നേട്ടങ്ങളെ വിട്ട് ഒരു ദീർഘബുദ്ധി, ഒരു വിശാല ബുദ്ധി, വരുന്ന തലമുറകളെ കൂടി കാണാനുള്ളൊരു ബുദ്ധി, അവരും കൂടെ ഈ ഭൂമിയിൽ സുന്ദരമായി ജീവിക്കട്ടെ എന്ന് പറയാനുള്ളൊരു ബുദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവണം. നിങ്ങൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് എതിരാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്വാർത്ഥതയുടെ നടുവിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം സ്വാർത്ഥമതികൾക്ക് മാത്രമേ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ചൂഷണമാണ് അതിൻ്റെ പിന്നിൽ. അതേപോലെ മാഫിയകളാണ്. നാം പ്രകൃതി സ്നേഹം ഉള്ളവരായി തീരണം. കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചാൽ പോരാ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച്. അതുപോലെ തന്നെ നാം പള്ളികളിലും അമ്പലങ്ങളിലും പ്രാർത്ഥിച്ചാൽ പോരാ, അത് പ്രായോഗികമാക്കണം, അത് പ്രവർത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച്
ഭാരതീയ സംസ്കാരത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്, പ്രകൃതിയെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയുമാണ് വേണ്ടത്. ഭാരതത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതായത് മഴ കിട്ടാൻ വേണ്ടി ഇന്ദ്രനെ പൂജിക്കുന്ന ഒരു സംസ്കാരം, ഇന്ദ്രയാഗം എന്ന പേരിൽ. ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നൊരു കഥയാണ്. അപ്പോൾ ഇന്ദ്രയാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ പിതാവ് നന്ദഗോപർ ഒരു കൂട്ടങ്ങൾ ചെയ്യുമ്പോൾ കൃഷ്ണൻ അച്ഛനായ നന്ദഗോപരോട് ചോദിക്കുകയാണ്, എന്തിനാണ് അച്ഛ ഈ യാഗം ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഉണ്ണി, നമുക്ക് മഴ തരുന്നത് ഇന്ദ്രനാണ്, അപ്പോൾ ഇന്ദ്രനെ പൂജിച്ചാലേ നമുക്ക് മഴ കിട്ടുകയുള്ളൂ. അപ്പോൾ ഉടനെ അച്ഛന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഇവിടുത്തെ ഭക്തന്മാർ മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി ഇതാണ്, കാണാത്ത ഇന്ദ്രനാണോ കാണുന്ന പർവ്വതമാണോ നമുക്ക് മഴ തരുന്നത് എന്നാണ്. അതായത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായ നമുക്ക് മോഡേൺ വിദ്യാഭ്യാസം കിട്ടിയ നമുക്ക് മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്നുള്ളത് സയൻറ്റിഫിക്കലി പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മഴ പെയ്യുന്നതിൻ്റെ കാരണം കാർമേഘങ്ങൾ കാറ്റിൻ്റെ ശക്തിയിൽ വന്ന് നിർത്തപ്പെട്ട കാർമേഘങ്ങൾ അവിടെ ഘനീഭവിച്ച് പിന്നീട് അത് മഴയായി പെയ്യുന്നു. അപ്പം മഴയ്ക്ക് കാരണക്കാരൻ പർവ്വതമാണെന്നും അതുകൊണ്ട് പൂജിക്കേണ്ടത് പർവ്വതത്തെയാണെന്നും പറഞ്ഞ് ഇന്ദ്രയാഗം എന്ന് പറയുന്ന ഒരു പ്രാചീന ചടങ്ങിനെ മാറ്റി ഗോവർദ്ധന പൂജ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പർവ്വതത്തെ പൂജിക്കുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അതാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്, പ്രകൃതിയെ നാം ആദരിക്കണം. ഗീതയിലെ ഒരു ശ്ലോകം കൂടി ഇത്തരണത്തിൽ ഞാൻ ചൊല്ലുകയാണ്. അവിടെ ഗീതയിൽ പറയും, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ യജ്ഞകർമ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എവിടെയാണ് ഈശ്വരൻ എന്നാണ് ചോദിക്കുന്നത്. ബ്രഹ്മം, ഈശ്വരൻ എവിടെയാണ്? യജ്ഞേ പ്രതിഷ്ഠിതം. യജ്ഞം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വത്തിൽ നിൽക്കുന്നു എന്നാണ്, സഹകരണത്തിൽ നിൽക്കുന്നു എന്നാണ്. എന്താണ് ഈ സഹവർത്തിത്വം? അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ ഉണ്ടാവുന്നു, ഭൂതത്തിൽ നിന്നും അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ. പർജന്യം എന്ന് പറഞ്ഞാൽ മഴ, മഴയിൽ നിന്നും അന്നം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഒരു സഹവർത്തിത്വമുണ്ട്. ഈ പ്രകൃതി അങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഒരു പ്രകൃതി ചൂഷണത്തിൻ്റെ പാശ്ചാത്യ സംസ്കാരങ്ങൾ ഇന്നും നമ്മുടെ ആളുകളുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല. ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല, പ്രകൃതിയും മനുഷ്യനും ഒന്ന് തന്നെയാണ്. അപ്പം പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതി വേറെ നിങ്ങൾ വേറെ എന്ന് ചിന്തിക്കുന്നത് ചൂഷണ സംസ്കാരമാണ്, ഉപഭോഗ സംസ്കാരമാണ്. അത് പ്രകൃതിയുടെ ഹൃദയത്തിൽ കുത്തുന്നതിന് തുല്യമാണ്. പ്രകൃതിയെ അനാദരിക്കുന്നവർ ഈശ്വരനെ നിന്ദിക്കുന്നവരാണ് എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏത് റിപ്പോർട്ടുകളെയും നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അതുതന്നെയാണ് ഈശ്വരാരാധന. അതല്ലാത്തൊരു ഈശ്വരാരാധന എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുക മൂഢത്വത്തിൻ്റെ ആരാധനയാണ്. കല്ലിനെയും കുരിശിനെയും നല്ല ദൈവമായിട്ട് കാണേണ്ടത് ഈ ജീവിക്കുന്ന പ്രകൃതിയെ തന്നെ കാണണം. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം പ്രകൃതിയെ സ്നേഹിച്ച സംസ്കാരമാണ്, ദൈവതുല്യം കാണുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആണ് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇന്നത്തെ പുരോഗതിക്ക് ഒരു തടസ്സമാണെന്നുള്ളൊരു വാദം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സ്വാമിജിക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കസ്തൂരിരംഗൻ റിപ്പോർട്ട് ആയതുകൊണ്ട് അതിൽ ഇത്തരത്തിലുള്ള ചില തർക്കങ്ങളും വാദങ്ങളുണ്ട്. അതായത് സ്കൂളുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ നിർമ്മാണം, പിന്നീട് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ പങ്ക് തുടങ്ങിയിട്ടുള്ളതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് തടസ്സമാവുമെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് ഗവൺമെൻറ് സിസ്റ്റത്തിനോട് പറയാനുള്ളത്. അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം, മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം, ഇതിനെ ഒരു ക്ലാസിഫൈ ചെയ്യണം. അതായത് സ്കൂളുകൾ കെട്ടാൻ പാടില്ല എന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞാലേ മറ്റുള്ളൊരു ഭാഗം അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താ വെച്ചാൽ ഈ ചൂഷണം എന്നത് കംപ്ലീറ്റ്ലി എടുത്തു കളയണം. കാരണം ചൂഷണത്തിനെയാണ് നമുക്ക് എതിർക്കേണ്ടത്. പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മാഫിയ ഇന്ന് ഭാരതത്തിലും ഉണ്ട്, കേരളത്തിലും നല്ലോണം ഉണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തൽക്കാല സാമ്പത്തിക പുരോഗതി ഉണ്ടാവുമെങ്കിലും
വരുന്ന തലമുറയ്ക്ക് വലിയ ട്രാജഡി ആയിരിക്കും. കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയപരമ വാപ്സ്യത. എല്ലാവർക്കും ശ്രേയസ് വേണം, എല്ലാവർക്കും ഉന്നതി വേണം. അത് ചില വ്യക്തികളുടെ കയ്യിൽ മാത്രം ഒതുങ്ങരുത്. രണ്ടാമത്, ചില വ്യക്തികളുടെ പുരോഗതി മറ്റുള്ളവരുടെ അധോഗതിയാവരുത്. അപ്പം എല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ പരസ്പരം ഭാവയന്ത, പരസ്പരമായൊരു സഹവർത്തിത്വം വേണം. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പുരോഗതിക്ക് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഏതെല്ലാം തരത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിൽ തടസ്സങ്ങളുണ്ടെന്ന്. കാരണം കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനൊക്കെ എതിരാണ്. അദ്ദേഹം അടിസ്ഥാനമായ ആവശ്യമായ സൗകര്യങ്ങളൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇതെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാരതീയ സംസ്കാരം വളരെയധികം ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീമദ് ഭാഗവതത്തിൽ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് വേനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും രണ്ടാമത് പൃഥു എന്ന് പറയുന്ന കഥാപാത്രവും. പൃഥു രാജാവ്, അദ്ദേഹം ഈ ഭാരതത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ഡെവലപ്മെൻറ്റ് വേണം, ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റ് വേണം എന്നതിനെക്കുറിച്ച് വളരെ പഠനം നടത്തിയ രാജാവായിരുന്നു. പൃഥ്വിയെ സ്നേഹിച്ച രാജാവായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൃഥു എന്ന് പേര് വന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ രസകരമായിട്ട് പഞ്ചമസ്കന്ധത്തിൽ വരുന്നൊരു കഥയാണ് ഈ പൃഥുവിൻ്റെ കഥ. ശ്രീമദ് ഭാഗവതത്തിൽ 4ാമത്തെ സ്കന്ധത്തിൽ വരുന്നൊരു കഥയാണ് പൃഥുവിൻ്റെ കഥ. അപ്പോൾ അവിടെ പൃഥു മഹാരാജാവ് അദ്ദേഹം പറയുന്നൊരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ജനങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധിക്കുക. അതായത് അന്ന് കാലത്ത് വെള്ളം ആയിരുന്നല്ലോ പ്രധാന ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അത്തരം സ്ഥലങ്ങളെ പട്ടണങ്ങളായിട്ട് എടുത്തിട്ട്, അതേപോലെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വ്യവസായത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്. ഞാനിതൊക്കെ പറയുന്നത് 5000 വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിലെ വരികളാണ്. അത്ഭുതപ്പെട്ടു നമുക്ക്, ഇത്രയധികം ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അതുപോലെ ഓരോ മേഖലയ്ക്കും പറ്റിയ കൃഷി സംസ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്നാൽ ഇന്ന് എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയുടെ സൗകര്യപ്രകാരമല്ല നമ്മൾ ജീവിക്കുന്നത്. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട മേഖലകൾ ചൂഷണത്തിന് വിധേയമായാൽ അത് ദുരന്തങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട മേഖലകളെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെ വേണം. അത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പ്രകൃതി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഒരിക്കലും പുരോഗതിക്ക് എനിക്ക് തോന്നുന്നില്ല കസ്തൂരിരംഗൻ റിപ്പോർട്ട് തടസ്സമാണെന്ന്. പക്ഷെ പരിമിതി വിട്ടിട്ടുള്ള മനുഷ്യൻ്റെ ആർത്തിയിലേക്കുള്ള ഒരു പുരോഗതിയെ അത് എന്താ പറയുക, അത് പുരോഗതി എന്നല്ല പറയേണ്ടത്, അതിനെ അധോഗതി എന്നാണ് പറയേണ്ടത്. കാരണം ഒരു വ്യക്തി പുരോഗതി പ്രാപിച്ചാലും സമൂഹം അധോഗതിയിലേക്കാണ് പോകുന്നത്. അതിനെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് തടസ്സമായി നിൽക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ റിപ്പോർട്ടിനെ ബുദ്ധിപരമായി അവലോകനം ചെയ്ത് പ്രകൃതി ചൂഷണമില്ലാതെ സമൂഹത്തിനെ ബാധിക്കാത്ത വിധത്തിൽ ഉള്ള പുരോഗതിക്ക് അനുവാദങ്ങൾ കൊടുക്കൽ. എങ്കിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധിക്കും. സ്വാമിജി പറഞ്ഞത് വെച്ച് പ്രകൃതിയെ നമ്മൾ ഈശ്വരന് തുല്യം സ്നേഹിക്കുക, ഈശ്വരന് തുല്യം സങ്കല്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും സ്വാമിജി, ഇപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു വലിയൊരു ഭീകര പ്രശ്നം നമ്മളിപ്പം പത്രങ്ങളിലാണെങ്കിലും നമ്മളുടെ കൺമുന്നിലാണെങ്കിലും നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം. ഇതിനെ ഒരു സ്ത്രീ എങ്ങനെ നേരിടാം? ആത്മീയതയിൽ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമിജി? തീർച്ചയായിട്ടും ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് സ്ത്രീകളോടുള്ള ആക്രമണം. ഇത് ആണുങ്ങൾ മുഴുവൻ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു വിഭാഗം എപ്പോഴും ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടാവും. അപ്പം ഇതിനെന്താണ് നമുക്ക് ഒരു ശരിയായിട്ടുള്ള പരിഹാരം? ത്രേതായുഗത്തിലെ സീത ഇന്ന് സ്ത്രീകളുടെ മുന്നിൽ നിൽക്കേണ്ടുന്ന ഒരു വലിയ പ്രതീകം തന്നെയാണ്. കാരണം സീത നേരിട്ട മാനസിക സംഘർഷങ്ങൾ ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ച് അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാടത്തത്തിൻ്റെ കാമത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ ക്രൂരമായ ഒരു മനസ്സ് നമുക്ക് രാവണൻ എന്ന് വിളിക്കാം. ആ രാവണ മനസ്സ് സീതയെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോയി തൻ്റെ അധീനതയിൽ വെച്ച് തൻ്റെ കാര്യപ്രാപ്തിക്ക് വേണ്ടി സീതയെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രം, തൻ്റെ ആത്മശക്തി കൊണ്ട് മാത്രം ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് രാവണനെ തളർത്തുന്ന ഒരു സീത നമ്മുടെ രാമായണത്തിലുണ്ട്. ഭാരതീയ സംസ്കാരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷനെ തളർത്തിയ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. രാമായണം ആദ്യ ഭാഗത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശക്തനായിട്ടുള്ള ദശരഥനെ തളർത്തുന്ന ഒരു കൈകേയി നമുക്കുണ്ട്.
അതുപോലെ തന്നെ അനവധി കഥാപാത്രങ്ങൾ. ഏതായാലും സീത ഒരു പ്രതീക കഥാപാത്രമാണ്. കാരണം എങ്ങനെയാണ് സീത രാവണനെ നേരിട്ടത് എന്നുള്ളതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത രീതികളൊക്കെ സ്ത്രീയെ വെറും ഒരു ശരീര വസ്തുവാക്കി മാറ്റി. ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു പരസ്യ വസ്തുവായിട്ടും ഒരു പരസ്യ കഥാപാത്രമായിട്ടും, അതേപോലെ തന്നെ നമുക്ക് കണ്ണീരൊലിപ്പിച്ച് കരയുന്ന കുറേ സീരിയൽ കഥാപാത്രങ്ങളായിട്ടും നിങ്ങളതിൽ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്. അല്ല, അങ്ങനെയാണ് നമ്മുടെ കഥാകൃത്തുകൾ എഴുതുന്നത്. സ്ത്രീയുടെ കുറ്റമല്ലത്. ആ രീതിയിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട് എന്തായി, സമൂഹത്തിൻ്റെ മുന്നിലുള്ള സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു ശരീരം മാത്രമാണ്. അപ്പോൾ അവർക്ക് ആ ഭോഗതൃഷ്ണയോടുകൂടിയിട്ടാണ് സ്ത്രീയെ കാണുന്നത്. അപ്പോൾ സ്ത്രീയുടെ സൗന്ദര്യം അത് സ്ത്രീയുടെ ശരീരത്തിലാണ്, സുഖം സ്ത്രീയുടെ ശരീരത്തിലാണ്. അപ്പം ഇവിടെയാണ് ഭാരതീയ സംസ്കാരം, നിങ്ങൾ പറഞ്ഞ പോലെ ആത്മീയ സംസ്കാരം. ഒരു സ്ത്രീക്ക് തന്നെ ബോധം ഉണ്ടാവണം, ഞാൻ വെറും ഒരു ശരീരം മാത്രമല്ല, എന്നിലൊരു മനസ്സുകൂടെയുണ്ട്. കാരണം മനസ്സും ശരീരവും, ഭാരതീയ ഋഷിമാരെപ്പോഴും പറയുന്നതാണ്, മനുഷ്യന് 2 ശരീരമുണ്ട്. സ്ഥൂല ശരീരം എന്ന ദേഹവും സൂക്ഷ്മ ശരീരം എന്നൊരു മനസ്സും. പക്ഷേ ഈ സൂക്ഷ്മ ശരീരത്തെ ഇന്ന് ശക്തമാക്കാനുള്ള ഒരു സംവിധാനവും നമുക്കില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലുമില്ല. എനിക്കിവിടുത്തെ അധ്യാപകന്മാരോടൊക്കെ പറയാനുള്ളത്, സ്ഥൂല ശരീരത്തെ കാണുന്നത് പോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെ വികസിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി നമ്മൾ തയ്യാറാക്കേണ്ട സമയമായി കഴിഞ്ഞു. കാരണം സൂക്ഷ്മ ശരീരമായ മനസ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലത് ചിന്തിക്കും തോറും ശക്തി കൂടി വരും. ഇന്ന് നമുക്കറിയാം മാനേജ്മെൻറ്റ് ഭാഷയിൽ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത്. നല്ലത് ചിന്തിക്കും തോറും നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൂടി വരും. ഇതുപോലെ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. ഇപ്പം ദിവസവും അല്പനേരം മന്ത്രങ്ങൾ ചൊല്ലുന്നൊരു സ്ത്രീ, ഒരു ഉപാസന ചെയ്യുന്ന സ്ത്രീ, സൂര്യനെ നോക്കിക്കൊണ്ട് ശപിച്ച സ്ത്രീകൾ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. പണ്ട് ശീലാവതി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭാരതത്തിൻ്റെ ഒരു വലിയൊരു അഭിമാന കഥാപാത്രമാണ്. ഇപ്പം ശീലാവതി സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശീലാവതിയുടെ ഭർത്താവിനൊരു ശാപം കിട്ടുകയാണ്, നിന്റെ ഭർത്താവ് സൂര്യോദയത്തിന് മുമ്പ് തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ഒരു മഹർഷി ശപിച്ചു. ഉടനെ സൂര്യനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ സൂര്യനെ സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ തല സൂര്യോദയത്തിന് മുമ്പിൽ പൊട്ടിത്തെറിക്കുമെങ്കിൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന്. സൂര്യന് നിശ്ചലനാവേണ്ടി വന്നു എന്നാണ്. ഒരുപക്ഷെ സൂര്യൻ ഉദിച്ചില്ല എന്നുള്ളതല്ല വിഷയം. സൂര്യനെ പോലും അതിൻ്റെ ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദയത്തിൽ അവിടെ പിടിച്ചു നിർത്താൻ സയൻറ്റിഫിക്കലി ഒരുപക്ഷെ ഈ കഥ ശരിയല്ലായിരിക്കും, പക്ഷേ പറഞ്ഞു വരുന്നത് ആ സ്ത്രീയിലുള്ള ശക്തിയാണ്. അപ്പം സ്ത്രീ ശക്തിയാണ്, അത് മറക്കരുത് സമൂഹം. അപ്പം അതുകൊണ്ട് ആ ശക്തിയെ ഉണർത്തിയെടുക്കാൻ ഇന്ന് സ്ത്രീകൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം അക്രമങ്ങളെ മനസ്സുകൊണ്ട് നേരിടാൻ സാധിക്കും. ശരീരം കൊണ്ട് സ്ത്രീക്ക് സാധ്യമല്ല, കാരണം ശരീരം കൊണ്ട് ദുർബലയാണ്. മനസ്സുകൊണ്ട് സാധിക്കും. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ദ്വാപരയുഗത്തിലെ പാഞ്ചാലി. എല്ലാം പണയം വയ്ക്കപ്പെട്ട് അവസാനം പാഞ്ചാലിയെ ധർമ്മപുത്രൻ പണയം വയ്ക്കുമ്പോൾ ദുര്യോധനൻ്റെ ഒരു അട്ടഹാസമുണ്ട്, കൊണ്ടുവരൂ അവളെ സഭയിലേക്ക്. ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും വിതുരരും അതുപോലെ കൗരവന്മാരും എല്ലാ പ്രമാണികളും നിറഞ്ഞിരിക്കുന്ന സഭയിലേക്ക് 5 പാണ്ഡവന്മാർ, 5 ഭർത്താക്കന്മാർ നിറഞ്ഞിരിക്കുന്ന ആ സഭയിലേക്ക് പാഞ്ചാലി കൊണ്ടുവരികയാണ്. പണ്ട് കാലത്തെ സ്ത്രീകൾ പീരീഡായാലും പുറത്തു വരാൻ പാടില്ല. ആ സമയത്താണ് പാഞ്ചാലി പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നത്. പാഞ്ചാലി പറയുന്നുണ്ട് എന്നെ കൊണ്ടുവരരുതെന്നൊക്കെ. പക്ഷെ അതൊന്നും ദുര്യോധനൻ കേൾക്കില്ല. ദുശാസനോട് പറയും കൊണ്ടുവരാൻ. പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് പറയും അഴിച്ചു മാറ്റും അവരുടെ വസ്ത്രം എന്ന്. കാരണം ദാസികൾക്കൊരിക്കലും, പണയം വയ്ക്കപ്പെട്ട ആളാണ്, ദാസികൾക്കൊരിക്കലും വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, എടുത്തു കൊടുക്കൂ മരവുരി പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ദുശാസനൻ വസ്ത്രം അഴിക്കുന്ന സമയത്ത് ആ സമയത്ത് പാഞ്ചാലിക്ക് സഹായത്തിന് ആരുമില്ല. ഭർത്താക്കന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിലും അവർ നിസ്സഹായരാണ്. ഭീഷ്മാചാര്യരോട് ചോദിക്കും, ദ്രോണാചാര്യരോട് ചോദിക്കും, വിതുരരോട് ചോദിക്കും, ഇത് അക്രമമല്ലേ, അധർമ്മമല്ലേ? തൻ്റെ മനസ്സിനെ തൻ്റെ ഉപാസനാമൂർത്തിയായ, ആരാധനമൂർത്തിയായ കൃഷ്ണൻ്റെ പാദത്തിൽ ഉറപ്പിച്ചും അർപ്പിച്ചുകൊണ്ടും ആത്മീശ്വരനായ കൃഷ്ണ, ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ എനിക്കൊരു ധൈര്യം തരണം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാലോ കഥ. പാഞ്ചാലി സാരിയാൽ കൂടുതൽ ചുറ്റപ്പെട്ടു എന്നാണ്. ആ ഒരു നിമിഷം പ്രകൃതി അതിൻ്റെ ലീല കളിക്കുമ്പോൾ തളർത്താൻ വന്ന ദുശാസനൻ തളർന്നു, പക്ഷെ തളരേണ്ടിയിരുന്ന പാഞ്ചാലി തളർന്നില്ല. ഒരു പുരുഷനെ മാനസികമായി തളർത്താനുള്ള ശക്തി സ്ത്രീയിലുണ്ട്. അത് കണ്ടെത്താതെ പോയാൽ തളർന്ന് ജീവിക്കേണ്ടി വരും. നിങ്ങളെ തളർത്തുന്നത് ശരീരബോധമാണ്, നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾക്കൊരു ശക്തിയുള്ള മനസ്സുണ്ടെന്നൊരു ബോധമാണ്.
ഇപ്പം ശരീരബോധത്തിൽ നിന്നും തൻ്റെ മനസ്സിൻ്റെ ശക്തിബോധത്തിലേക്ക് സ്ത്രീകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തളർത്താൻ ആർക്കും സാധ്യമല്ല. ഭാരതീയ സംസ്കാരം അത്ര ഗംഭീരമാണ്. മാതൃദേവോ ഭവ എന്നാണ് പറയുന്നത്. അതുപോലെ ദേവന തുല്യം ദേവിയെ കാണുന്നൊരു സംസ്കാരം ലോകത്തിൽ എവിടെയുണ്ട്? പുരുഷൻ്റെ താഴെയല്ല സ്ത്രീ. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ശ്രീരാമൻ്റെ അത്രയും സ്ഥാനമാണ് സീതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ അത്രയും സ്ഥാനമാണ് രുക്മിണി ദേവിക്കും രാധയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഒട്ടും സ്ത്രീകളെ താഴ്ത്തിയിട്ടല്ല ഭാരതീയ സംസ്കാരം കണ്ടത്. പക്ഷെ എന്നിട്ടും ആ ആത്മീയ സമ്പത്തിനെ മനസ്സിലാക്കാതെ കൃഷ്ണനോട് കൂടി ചേർന്നിരിക്കുന്ന രാധ അഥവാ രുക്മിണി കൃഷ്ണൻ എന്ന ആത്മീയബോധം ഉൾക്കൊണ്ട ഒരാളാണ്. രാമനോട് കൂടി ചേർന്നിരിക്കുന്ന സീത രാമൻ എന്ന ആത്മീയബോധം ഉൾക്കൊണ്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ സ്ത്രീകളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ അല്പം നേരം ഉപാസനയും മന്ത്രജപവും ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിലുള്ള ആത്മീയ ശക്തി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പുരുഷനെ തോൽപ്പിക്കാനുള്ള സകല ശക്തിയും നിങ്ങളിലുണ്ട്. ഭാരതം സ്ത്രീകളുടെ ശക്തിയുടെ നാടാണ്. ഝാൻസി റാണിയും തുടങ്ങിയൊരു പരമ്പര ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പരമ്പരയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തളരുന്നുവെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ തളരാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു നല്ലൊരു ധീര സമൂഹമായി മാറാൻ ഇന്നത്തെ സ്ത്രീകൾക്ക് സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വാമിജി പറയുന്നതോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്നിരുന്നാലും സ്ത്രീ ഒരു അബലയല്ലേ? ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുരുഷൻ ആക്രമിക്കാൻ വരുമ്പോൾ അവൾ എങ്ങനെ നേരിടണം? അതിലെങ്ങനെ ശക്തി അവൾക്ക് എങ്ങനെ കൈവരിക്കാൻ കഴിയും? സ്വാമിജിക്ക് എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം? തീർച്ചയായിട്ടും ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ഈ പറയുന്നതൊന്നും പ്രായോഗികമല്ല. കാരണം നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞതുപോലെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രൊവോക്കേഷനിൽ നാം എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാതെ പരിഭ്രമിച്ചു പോകും. പക്ഷേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഓവർകം ചെയ്യാം. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ശക്തി പ്രകടമാവുന്നത് 4 തലത്തിലാണ്. 1 ശാരീരികമാണ്, 2 ദൃഷ്ടിയിലാണ്, കണ്ണിലാണ്, 3 അവളുടെ വാക്കിലാണ്, 4-മത്തത് അവളുടെ മനസ്സിലാണ്. ഇപ്പം 4 തലത്തിലാണ് ഒരു സ്ത്രീയുടെ ശക്തി പ്രകടമാക്കേണ്ടത്. ഇപ്പം ശാരീരികം എന്നുള്ളത് അത്ര ശക്തി ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ കൊടുത്താൽ തെറ്റില്ല. ഞാൻ പറയും ഇന്നത്തെ പെൺകുട്ടികളെയൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെന്ന്. കളരി പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കളരി. അതുപോലുള്ള കരാട്ടേക്കാൾ ഏറ്റവും നല്ല കളരിയാണ്. കാരണം കളരിയിലൊക്കെ എന്താ വെച്ചാൽ ഒരു മർമ്മമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷന് ഇനി തൊടേണ്ടി വരില്ല. കാരണം അത്ര വളരെയധികം മനുഷ്യൻ്റെ ശരീരത്തിൽ തളർത്തുന്ന മർമ്മങ്ങൾ പോലും ഉണ്ട്. കേരളത്തിലെ കളരിപ്പയറ്റ് ഇന്നത്തെ വിദ്യാലയങ്ങളിൽ ഒരു കരിക്കുലമായി മാറണം. അത് പെൺകുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആദ്യം ഞാനതിന് മുന്നിലുണ്ടാവും. കാരണം അത് ആവശ്യമായിരിക്കണം നമുക്ക്. ഇപ്പം ശാരീരികമാണ്. 2-മത്തത് ആ സ്ത്രീയുടെ കണ്ണുകളാണ്. ഭയം കണ്ണിൽ വന്നാൽ കണ്ണ് തളർന്നു പോകും. ഒരു സ്ത്രീകളുടെ നോട്ടത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ആ നോട്ടത്തിൽ അല്പം പോലും ഭയമില്ലാതെ ധൈര്യവും ശക്തിയും മാർന്നിട്ടുള്ള ഒരു നോട്ടം നോക്കുമ്പോൾ ഏത് പുരുഷനും തളർന്നു പോകും. നമ്മുടെ സീരിയൽ പല കഥകളിൽ നോക്കിക്കഴിഞ്ഞാൽ പുരാണങ്ങളിലൊക്കെ ദേവിമാരൊക്കെ ഒരു നോട്ടം കണ്ട് നോക്കുന്ന സമയത്ത് ഈവൻ ഭർത്താക്കന്മാരായ ശിവനോ വിഷ്ണുവോ പോലും പതറിപ്പോകും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു 1000 വാട്ട് ശക്തി ബൾബ് അടിക്കുന്ന പോലെയാണ് അവരുടെ നോട്ടം. അപ്പോൾ ആ നോട്ടത്തിൻ്റെ ശക്തി അത് സ്ത്രീകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് പൊതുവെ ഇത്തരം നിങ്ങൾ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പേടി വരുമ്പം കണ്ണടഞ്ഞു പോകും. ആ കണ്ണടഞ്ഞു പോകുമ്പോൾ തന്നെ ആ സ്ത്രീ ദുർബലയാണെന്നും ഒരു പുരുഷൻ അവളെ തളർത്തി അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ആ കീഴ്പ്പെടുത്താതെ നോക്കണമെങ്കിൽ ആ കണ്ണുകൾ ഒരിക്കലും താഴ്ന്നു പോകാൻ അനുവദിക്കരുത്. 3-മത്തതാണ് അവളുടെ വാചകം, പറയുന്ന വാക്കുകൾ. നമുക്ക് പെട്ടെന്നൊരു പേടി വരുമ്പോൾ നമ്മൾ പറയുന്നൊക്കെ പതറലായിരിക്കും. നേരെ മറിച്ച് ഒരു ധീരതയാണെങ്കിൽ നിനക്കെന്താ പണമാണോ വേണ്ടത്, എന്താ വേണ്ടത് നീ എടുത്തോ, പക്ഷേ എൻ്റെ ദേഹത്തിൽ തൊടരുത്. ദേഹത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാൾ ഉറപ്പാണ്. ഇത് പറയുമ്പോണ്ടല്ലോ ആ ഒരു ധൈര്യമാർന്ന വാക്കുകൾ വെക്കുമ്പം അവന് പണമായിരിക്കാൻ വേണ്ടത്, പണമാണെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ സ്വർണ്ണമാണെങ്കിൽ എടുത്തോ, പക്ഷെ ദേഹം തൊടരുത് എന്ന് പറയുമ്പോണ്ടല്ലോ ആ പറയുന്ന വാക്കിൽ തന്നെ അവൻ പതറിപ്പോവും. ആ ഒരു തരത്തിൽ ഒരു സ്ത്രീകൾ എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു പക്ഷേ തൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ടെന്ന് പോലും ഉള്ള രീതിയിൽ ആ ഒരു പറയുന്ന, പക്ഷേ അത് പതറിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഒരു പക്ഷേ അതോടുകൂടി കഴിഞ്ഞു പോകാൻ. ആ പറയുന്ന വാക്കുകളൊക്കെ. 4-മത്തതാണ് അവളുടെ മനസ്സ്.
മനസ്സിലൊരിക്കലും ഭയം വരാൻ സ്ത്രീ അനുവദിക്കരുത്. ഭയം എന്ന വികാരത്തിലേക്ക് കടന്നുപോയോ നോട്ടം തളരും, പതറും, വാക്കുകൾ ഒന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും, അതൊക്കെ പതറിപ്പോവും, അതേപോലെ ശാരീരികമായി തളരും. അപ്പം മനസ്സിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, ഭയത്തിലേക്ക് കടക്കാതെ അതിനെ പിടിച്ചു വയ്ക്കാനുള്ളൊരു കഴിവ്. അതൊരു സ്ത്രീക്ക് സാധിക്കുകയാണെങ്കിൽ പുരുഷനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വരുന്നതല്ല, അതിനുവേണ്ടി പ്രിപ്പറേഷൻ വേണം. ആ പ്രിപ്പറേഷൻ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു അക്രമത്തെ നമുക്ക് നേരിടാൻ സാധിക്കും. ആവുന്ന കാലത്ത് നമ്മൾ നമ്മുടെ ശക്തികളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഒരു ദുരിതം വരുമ്പോൾ നമുക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സാധിക്കും, പ്രൊവൈഡർ സ്ത്രീകൾ അതിന് തയ്യാറാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഗുരു വാച എന്ന ചോദ്യോത്തര പങ്ക്തിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളിൽ ജിജ്ഞാസ ഉണർത്തുന്ന ചോദ്യങ്ങൾക്ക് അറിവിന്റെ വാതിൽ തുറക്കുന്ന ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം, പ്രണാമം. എല്ലാവർക്കും കോടിക്കോടി പ്രണാമങ്ങൾ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കുക. ഭാഗവതം വില്ലേജ് ട്രസ്റ്റ്, ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ്, കളത്തിൽ പറമ്പിൽ റോഡ്, കൊച്ചിൻ 682016. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484406755. മൊബൈൽ നമ്പർ 9446378706. ഇമെയിൽ bhagavatamvillage@gmail.com.